ഏറ്റവും വാശിയേറിയ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം തന്നെയായിരുന്നു നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നോർവേയാണ് ആദ്യം മുന്നിലെത്തിയത്. അതിനുശേഷം ബെല്ലിംഗ്ഹാമിന്റെ ഇരട്ട ഗോളുകളിലാണ് ഇംഗ്ലണ്ട് ജയം പിടിച്ചത്. അധിക സമയത്തേക്ക് നീണ്ട മത്സരമാണ്. ആ മത്സരത്തിലാണ് ഇംഗ്ലണ്ട് വലിയ വിജയം നേടിയത്. ഒരുപക്ഷെ ഏറ്റവും വാശിയേറിയ പോരാട്ടം എന്ന് തന്നെയാണ്. അർജന്റീന ഫാനാണ്, എങ്കിലും എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഈ ഒരു സെമിയിലോട്ട് കയറുന്നതിലുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് മാച്ച് ആയിരുന്നു ഇതിൽ എന്നുള്ളത്. പലരും ഒരുപക്ഷെ ഹാരി കെയ്നും എർലിംഗ് ഹാലണ്ടും ഒക്കെ വലിയ പോരാട്ടം അല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ളൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല. ഹാലണ്ട് ഒരു മികച്ച കളി ഈ പോരാട്ടത്തിൽ കാഴ്ചവെച്ചോ എന്നുള്ള സംശയമാണ്. കാരണം ഹാലണ്ടും അതുപോലെ തന്നെ കെയ്നും നിറമങ്ങി എന്ന് നമുക്ക് പറയേണ്ടി വരും. മറുവശത്ത് പക്ഷേ ബുക്കായ സാക്കയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ മികച്ച പ്രകടനം ഈ മത്സരത്തിൽ ഈ കളിയിൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജയം ഇംഗ്ലണ്ട് ആരാധകരെല്ലാം തന്നെ കാത്തിരുന്ന വിജയം തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ വലിയ ഒരു പോരാട്ടം തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആദ്യ പകുതിയിൽ മികച്ച ഒരു നേട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോള് നോർവേ നേടുന്നു, നോർവേ മുന്നിലെത്തുന്നു. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക്, അതായത് ഇഞ്ചുറി ടൈമിലേക്ക് പോകുന്ന സമയത്താണ് ബെല്ലിംഗ്ഹാമിന്റെ ഗോൾ വരുന്നത്. അവിടെ നിന്ന് പിന്നീട് ഇംഗ്ലണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ഒരു ഘട്ടത്തിലും പിന്നീട് നോർവേയുടെ ഒരു മുന്നേറ്റം പല ഘട്ടങ്ങളിലും കണ്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് 30 മുതൽ 45 വരെ ആദ്യ പകുതിയുടെ മിനിറ്റിൽ നോർവേ ഇംഗ്ലണ്ടിൽ ഇഞ്ചോടിഞ്ച് തീക്കളി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നീട് അത് 75 മിനിറ്റ് മുതൽ 90 മിനിറ്റുള്ള വരെ സമാനമായ രീതിയിൽ തന്നെ കളിയായിരുന്നു. അവിടെ നിന്നാണ് അധിക സമയത്തേക്ക് പോകുന്നത്. 93 മിനിറ്റ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന് വിജയ ഗോൾ നേടുന്നു. ആ അധിക സമയം മുഴുവൻ പിടിച്ചു നിർത്താൻ നോർവേ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. പക്ഷേ ഇതിൽ നിറമങ്ങി നേരത്തെ പറഞ്ഞതുപോലെ ഹാരി കെയ്നെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ബുക്കായ സാക്കയും അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാമും നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് വിജയത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ നിലവിൽ അർജന്റീന, അതായത് ഇനി ഇവിടെ നിരവധിയായ ആരാധകർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കളി എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. ഹാലണ്ട് പ്രതീക്ഷ പോലെ ഹാലണ്ട് കളിയെടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ആയപ്പോ കൊണ്ടുപോയി, അത്രേ ഉള്ളു. വലിയ വിഷമമുണ്ടോ? ചെറുതായിട്ട്. അത് ഹാലണ്ടിന്റെ പ്രതീക്ഷിച്ച് വന്ന ആരാധകനാണ്. അർജന്റീനയുടെ ആരാധകരൊക്കെ ഇവിടെയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? കൊള്ളാം. ഹാലണ്ട് പ്രതീക്ഷിച്ച പോലെ കളിച്ചില്ല. അഥവാ അപ്പുറത്ത് ഹാരി കെയ്നും ഫോമൗട്ടായിരുന്നു. ഇതേ കളിയുമായി ഇനിയിപ്പോ സെമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ ഒരു നല്ല കളിയായിരിക്കും. ഏതായാലും മികച്ച പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കളി ആണെങ്കിൽ പോലും സെമിഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ആരാധകർ കരുതുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം കെ പ്രശാന്ത്, അമൃത ന്യൂസ്.